കൊൽക്കത്തയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഒരുപക്ഷെ നിർഭയ എന്ന് പറയുന്ന 2012 ആ സംഭവത്തിന് സമാനമായതോ അതിനേക്കാൾ ഉയർന്നതോ ആയ രീതിയിൽ രാജ്യത്താകെ ചർച്ച ചെയ്തു. ഹീനമായ രൂപത്തിൽ ആ കൃത്യം ചെയ്ത ആളുകൾ, ഒരാളാണോ കൂടുതലാളാണോ എന്നറിയില്ല, ആള് ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമല്ല, അത് ഏറ്റവും വേഗത്തിൽ ആ ശിക്ഷ നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം സ്ത്രീയാണ്, ഡോക്ടറാണ്, അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന പാടില്ല എന്നും അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമവും സുപ്രീം കോടതി വിധിയൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നിർഭയയ്ക്ക് ശേഷം ഉണ്ടാക്കിയ നിയമ ഭേദഗതികൾ ഇതൊക്കെ വെറും കടലാസ് മാത്രമാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. ഏതായാലും ആ വിഷയത്തിൽ പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന് വീഴ്ച പറ്റി എന്ന് തന്നെ കരുതുന്ന ഒരാളാണ്. കാരണം ആദ്യഘട്ടത്തിൽ വേണ്ട രൂപത്തിൽ അതിനോട് പ്രതികരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രതികളെ രക്ഷിക്കുന്നു എന്ന തോന്നലാണ് ജനങ്ങൾക്കുണ്ടായത്. മമതാ ബാനർജിയുടെ ഗവൺമെന്റ് ചെയ്യുന്നു എന്ന് തോന്നലാണ്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയും ഗവൺമെന്റിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ആക്രമണവും ബലാത്സംഗവും കൊലപാതകവും നടന്നാൽ എന്തിനാണ് FIR ഇടാൻ ഇത്രയധികം വൈകുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ പശ്ചിമ ബംഗാളിലെ BJP, ഒരുപക്ഷെ കോൺഗ്രസോ CPM വരെ ശ്രമിച്ചേക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന്റെ ഒരു ജോലിയാണ്. ഹത്രാസിൽ ഉണ്ടാവുമ്പോൾ BJP മിണ്ടില്ല, ബാക്കിയുള്ളവരും മിണ്ടും. കേരളത്തിലുണ്ടാവുമ്പോൾ കോൺഗ്രസ് പറയും, അങ്ങനെ എതിരെ പ്രതിപക്ഷം പറയും എന്ന രൂപത്തിലാണ്. പക്ഷെ അങ്ങനെയാണോ സംഭവത്തെ കാണേണ്ടത്? BJP അവിടെ മുതലെടുക്കുന്നു എങ്കിൽ അതിന് കാരണം മമതാ ബാനർജി സർക്കാരിന്റെ കഴിവുകേടാണെന്നല്ലേ നമുക്ക് പറയേണ്ടി വരും. അവിടെയല്ലേ നമ്മൾ കാണണ്ടേ? ഒരിക്കലും BJP മുതലെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രൂരകൃത്യം ചെയ്ത ആളെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു കാലത്തും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാരാരാണ്, അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കപ്പെടണം. ഏതായാലും 6-ാം ദിവസം കേസ് CBIക്ക് കൈമാറി. അത് നല്ല കാര്യം. ഏതായാലും മമതാ ബാനർജി ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇടപെട്ടു എന്ന് പറയാൻ ഇനി BJPക്ക് ഒരു ചാൻസും ഇല്ല. CBI ആണ് കേസ് ഹാൻഡിൽ ചെയ്തത്. നമുക്കറിയാം, കേരളത്തിൽ വളയാർ പോലെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ കേരള പോലീസ് അത് നശിപ്പിച്ചു, CBIക്ക് വിട്ടു. CBI നേരെയാക്കുമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. കാരണം അധികാര കേന്ദ്രങ്ങൾ CBIയുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്. എന്തായാലും രാജ്യമാകെ ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഏത് സ്ത്രീക്കെതിരെയും പെൺകുട്ടിക്കെതിരെയും ഒരു ആക്രമണം വന്നാൽ രാജ്യത്താകെ ആളുകൾ പ്രതിഷേധിക്കുക. പക്ഷെ അത് സോഷ്യൽ മീഡിയ, ട്വിറ്ററിലും ഫേസ്ബുക്കിലും മാത്രം ഒതുങ്ങിപ്പോകരുത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം പലപ്പോഴും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഒരു വിഷയം വരും, അതങ്ങ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും നിറയും, കുറെ ആളുകൾ തെരുവിലിറങ്ങും, എഴുതിരി കത്തിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് പോകും. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഇതിന് വരാൻ പാടില്ല. മാത്രമല്ല, ഡോക്ടറായ ഒരു കുട്ടി ഡോക്ടറായതുകൊണ്ട് പ്രത്യേക എന്തെങ്കിലും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഡോക്ടർ അത്രയും വിദ്യാഭ്യാസം നേടി രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി പഠിച്ച് എക്സ്പീരിയൻസ് കിട്ടിയ ഒരാളല്ലേ. അതൊരു നഷ്ടം, വലിയ നഷ്ടമാണ് രാജ്യത്തിന് തന്നെ. ആ അർത്ഥത്തിൽ നമ്മൾ കണ്ടാൽ ഇതിൽ കക്ഷിരാഷ്ട്രീയത്തിന്റെ താല്പര്യം കൊണ്ടുവരുമ്പോൾ അവിടെയാണ് പ്രശ്നമുള്ളത്. ഇപ്പൊ ബംഗാളിൽ BJPക്ക് വലിയ തിരിച്ചടി കിട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമായി ഇതിനെ കണ്ടാൽ അതിനൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് കരുതാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കേരളം പോകും. എത്രയോ അനുഭവങ്ങൾ കേരളത്തിലുണ്ടായി. അപ്പൊ അതുകൊണ്ട് ബംഗാൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണം, ഒരു സംശയമില്ല. പക്ഷേ സ്ത്രീകളുടെ മഹത്വവും സ്ത്രീകളുടെ സംരക്ഷണം എന്ന വാക്ക് നാരി ബച്ചാവോ എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ അനുഭവം ഇപ്പോഴും ഒരു കണക്കനുസരിച്ച് ഒരു ദിവസം ഏതാണ്ട് 90-95 ആളുകൾ, പെൺകുട്ടികൾ, സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാവുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിനകത്ത് ഒരാൾ വരുന്നു എന്നുള്ളത്.
ഒരാൾ ഇരകളാക്കപ്പെടും. അത് തടയാൻ നമുക്ക് കഴിയും. അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഇപ്പൊ പോകണ്ട. ഏതായാലും കൽക്കട്ടയിലെ ആ ലേഡി ഡോക്ടറുടെ ഹീനമായ ബലാത്സംഗവും കൊലപാതകവും അടിയന്തരമായി അന്വേഷിക്കപ്പെടണം. പ്രതികൾ ശിക്ഷിക്കപ്പെടണം. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വിജയമായോ പരാജയമായോ അല്ല നമ്മൾ കാണുന്നത്, മാനവികതയുടെ വിജയമായിട്ട് തന്നെയാണ്.